ശ്രീ വി ഡി സതീശൻ ഈ പങ്ക് പറഞ്ഞതുപോലെ യൂറോപ്യൻ സന്ദർശനം നടത്തിയിട്ടുണ്ട്, ദുബായിൽ പോയിട്ടുണ്ട്. ഒരു മണി ചെയിൻ കമ്പനിയുടെ പ്രൊമോട്ടറെ പോലെ ഉള്ള ആ ശരീരഭാഷയിലും സംസാര ഭാഷയിലും അദ്ദേഹം പണം ആവശ്യപ്പെടുന്നുണ്ട്. ആ പണം അദ്ദേഹം പിരിച്ചുകൊണ്ടുവന്നത് പിന്നീട് അദ്ദേഹം പറവൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വലിയ അഭിമാനപൂർവ്വം അത് പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ വിനിയോഗത്തിൽ സുതാര്യമില്ലായ്മ ഉണ്ടായിട്ടുണ്ടെന്ന് ഇന്ന് കുറച്ചു മുമ്പ് 24 ന്യൂസ് റിപ്പോർട്ട് ചെയ്ത ഫ്ളാറ്റിൻ്റെ തറക്കല്ല് മാത്രം കാണിച്ചിട്ടുള്ള നിങ്ങളുടെ റിപ്പോർട്ടിൽ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പണപ്പിരിവ് നടന്നിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ നടന്നൊരു തട്ടിപ്പ്, ഇപ്പോൾ ശ്രീ സജീഷിൻ്റെ ഭാഷ തന്നെ കടമെടുത്തു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര മാനമുള്ള ഒരു വലിയ തട്ടിപ്പ്. ഈ തട്ടിപ്പിൽ 4 വർഷക്കാലമാണ് വിജിലൻസ് അടയിരുന്നത്. ഏതാണ്ട് 1 വർഷത്തോളം മുഖ്യമന്ത്രി അതിനകത്തൊരു നടപടി സ്വീകരിക്കാതെ വെച്ചുകൊണ്ടിരുന്നു. FCRA 32A ചട്ടലംഘനം ഉണ്ടായി എന്ന് വിജിലൻസ് റിപ്പോർട്ട് കൊടുത്തിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് 1 വർഷം 9 മാസത്തിന് മുകളിലാകുന്നു. അപ്പോൾ അപ്പോഴൊന്നും നടപടി ഇല്ലാത്തപ്പോൾ ഇപ്പം ധൃതി പിടിച്ച് ഒരു അന്വേഷണം വരുന്നു. അപ്പം ഇത് ഇന്ത്യ സഖ്യത്തിലെ 2 മുന്നണികൾ തമ്മിലുള്ള ചക്രത്തെ പോരാണെന്നാണ് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ CBIയുടെ കാര്യം വരുന്ന സമയത്ത് ഇവർക്ക് 2 നിലപാടാണ് CPM-നെ സംബന്ധിച്ച്. ADM നവീൻ ബാബുവിൻ്റെ ആത്മഹത്യാ കേസിൽ CBI ആവശ്യമില്ല. അതേപോലെ തന്നെ ശബരിമലയിലെ തീവട്ടിക്കൊളയിൽ CBI ആവശ്യമില്ല. ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ CBI വേണം, ഞങ്ങൾക്ക് ആവശ്യമില്ലാത്തപ്പോഴൊന്നും CBI വേണ്ട, കൊള്ളാത്ത ഏജൻസിയാണ്. ഇതാണ് നിലപാട്. നോക്കൂ, വിദേശത്തെ കഷ്ടപ്പെടുന്ന പാവപ്പെട്ട മലയാളി ഇവരെയൊക്കെ വിശ്വസിച്ച് പണം നൽകുകയാണ്. ഈ പണം ഇവിടെ കൊണ്ടുവരുന്നു. പണങ്ങൾ മാത്രമാണോ? ഓരോ രാഷ്ട്രീയ നേതാക്കന്മാർ, ഈ 2 പാർട്ടികളുടെയും രാഷ്ട്രീയ നേതാക്കന്മാർ വിദേശത്ത് പോയിട്ട് വരുന്ന സമയത്ത് കൊണ്ടുവരുന്ന ഉപഹാരങ്ങളായാലും മറ്റു ഉപകരണങ്ങളൊക്കെ ആയാലും ഇതെല്ലാം പാവപ്പെട്ട വിദേശ മലയാളി ഇവർ നടത്തുന്ന സാമൂഹ്യ സേവനമാണെന്ന് കണ്ടുകൊണ്ട് പാവപ്പെട്ടവർ കൊടുത്തുവിടുകയാണ്. ഇങ്ങനെ കൊണ്ടുവരുന്ന പൈസ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ള അറിവ് പോലും ഉണ്ടാകുന്നില്ല. ഒരു സുതാര്യതയും ഇല്ല. ഇതിനകത്തൊരു ഓഡിറ്റിംഗ് നടക്കുന്നില്ല. ഇങ്ങനെ MLA-മാർ ഈ പറഞ്ഞതുപോലെ ദുരിതം ഉണ്ടാകുന്ന സമയത്ത് MLA-മാരങ്ങ് വിദേശത്ത് പോയി പണം പിരിവർത്തണമെങ്കിൽ പിന്നെ സർക്കാർ സംവിധാനങ്ങളുടെ ഒന്നും ആവശ്യമില്ലല്ലോ. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിലൊന്നും ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നില്ലേ? അപ്പൊ ഇതിനകത്ത് കൃത്യമായ തട്ടിപ്പുകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ തട്ടിപ്പുകൾ തെളിഞ്ഞു വരുന്ന സമയത്ത് ഇത് ഉപയോഗിക്കാനുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള അവസരങ്ങളായിട്ട് ഈ സർക്കാർ മാറ്റിക്കൊണ്ടേയിരിക്കുന്നു. ഇത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ നമ്മൾ കണ്ടത്. ഒരു രാഹുൽ ഈശ്വർ അകത്തു പോയി, പക്ഷേ മറ്റു രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യമൊക്കെ എടുത്ത് വിലസി നടക്കാനുള്ള ഈ വി ഡി സതീശനെ ബാക്കപ്പ് ചെയ്ത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനുള്ള അവസരമൊക്കെ ഈ സർക്കാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവർക്ക് ഇതിനകത്തെല്ലാം രാഷ്ട്രീയമാണ് ഹാഷ്മി. ഇവർക്ക് ജനങ്ങളോടൊന്നും ഒരു കമ്മിറ്റ്മെന്റും ഇല്ല, ഒരു കടപ്പാടുമില്ല. നോക്കൂ, എല്ലാ തരത്തിലുള്ള തട്ടിപ്പ് കാര്യങ്ങൾക്കുമുള്ള നേതൃത്വം കൊടുക്കുന്നവരുണ്ട്, സ്വർണം കക്കുന്നവരുണ്ട്, അടിവസ്ത്രം മാറ്റുന്നവരുണ്ട്. എല്ലാ തട്ടിപ്പ് സംഘവും കൂടെ ചേർന്നുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയത്തെ മലീമസമാക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശ്രീ MK ഹരിദാസ്, താങ്കൾക്ക് എനിക്കൊന്ന് ടെറൈനെ പറ്റി കുറച്ചുകൂടി ധാരണയുള്ള ആളാണ്, പദ്ധതിയെ പറ്റിയും കുറച്ചുകൂടി ധാരണയുള്ള ആളാവണം. എന്ന് പറഞ്ഞാൽ ഇതിൽ ഈ നേരത്തെ CBS പറഞ്ഞ പോലെ തറക്കല്ലിടൽ പോലെയുള്ള പരാതികളുണ്ട് എന്ന് പറയുമ്പോഴും പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് പണം വിളിച്ചതായി ഏതെങ്കിലും വിജിലൻസ് കണ്ടെത്തുന്നില്ല. വീട് നിർമ്മിക്കാൻ ഇദ്ദേഹത്തിന് ഇതൊരു കോർഡിനേറ്റർ ഉണ്ട്. ആ കോർഡിനേറ്ററോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് വീട് നിർമ്മിക്കാൻ ഒരു ഏജൻസി വന്നാൽ അവർ നേരിട്ട് ആ വീട് നിർമ്മിക്കുന്നു, അതിനുള്ള ബെനിഫിഷ്യറിയെ തീരുമാനിച്ചു കൊടുക്കൽ മാത്രമാണ് MLA-യുടെ ഉത്തരവാദിത്തം, ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്തം. നേരിട്ട് നിർമ്മിക്കാനുള്ള സൗകര്യമില്ലെങ്കിൽ ലോക്കൽ കോൺട്രാക്ടർമാരുടെ പാനലുണ്ട്, അവർക്ക് അത് കൊടുക്കാം. 2 ലക്ഷത്തിൻ്റെ ചെക്ക് സ്പോൺസർ നേരിട്ട് കൊടുക്കുന്നു തുടങ്ങിയ ഒരു മോഡലാണ് അതാണെന്ന് ആണ് കോർഡിനേറ്റർ പറഞ്ഞത്. അതിനപ്പുറം അഴിമതി ഉണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ. വിജിലൻസ് അന്വേഷിച്ചു, അഴിമതിയില്ല എന്നുള്ള റിപ്പോർട്ടുകൾ കൊടുക്കുന്നത് സ്പീക്കർക്കാണ്, അത് വിലയുണ്ട്. അതേസമയം തന്നെ ഈ പറഞ്ഞ FCRA CBI അന്വേഷിക്കണമെന്ന് അതേ വിജിലൻസ് അതേ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുകയാണ്. ഇതിൽ കേസിൻ്റെ മെറിറ്റാണോ കാണേണ്ടത്, അതോ നിയമസഭയ്ക്ക് 100 നാൾ മുമ്പ് വരുന്ന 1 വർഷം മുമ്പുള്ള റിപ്പോർട്ട് എന്നാണോ അങ്ങ് കാണുന്നത്? ശ്രീ MK ഹരിദാസ്. ഞാൻ തീർച്ചയായിട്ടും നിയമസഭയ്ക്ക് 100 വർഷം മുമ്പുള്ള റിപ്പോർട്ടിനെ കുറിച്ചിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ഇവിടെ പങ്കെടുത്ത എനിക്ക് എൻ്റെ മുമ്പിൽ TV ഇല്ല, അതുകൊണ്ട് തന്നെ ആരാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പാവപ്പെട്ടവനെ കുറിച്ച് മുതലെടുക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞു മറ്റ് 2 രാഷ്ട്രീയ പാർട്ടികൾ. പാവപ്പെട്ടവനെ വെച്ച് മുതലെടുക്കാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയും കേരളത്തിലില്ല. പാവപ്പെട്ടവൻ്റെ ഗതികേട് അതാത് കാലം മുതലെടുത്തുകൊണ്ടാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിയും തങ്ങളുടെ സാമ്പത്തിക അടിത്തറ വളർത്തി വലുതാക്കുന്നത് എന്നുള്ളൊരു നഗ്ന സത്യം അത് പറഞ്ഞ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന വ്യക്തിയും മറ്റുള്ളവരും മനസ്സിലാക്കുക. പാവപ്പെട്ടവൻ്റെ ഗതികേട് ഇത്തരത്തിൽ പണമാക്കി മാറ്റുന്ന ഈ നമ്മുടെ ഇത്തരത്തിലുള്ള സംസ്കാരം ഉണ്ടല്ലോ, അതിനൊരു അറുതി വരാതെ ഹാഷ്മി ഇതൊന്നും ഇതൊന്നും നിലയ്ക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഈ 4 വർഷം ഈ റിപ്പോർട്ടിൻ്റെ മുകളിൽ അടയിരുന്നു കൊണ്ട് ഈ നമ്മുടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ പരാജയം കഴിഞ്ഞ വഴിക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പിന് കേവലം 4 മാസം മാത്രം ബാക്കിയുള്ളപ്പോൾ ഈ സംഭവം പുറത്തേക്കെടുത്തതാണ് ഇപ്പോൾ ഈ പ്രശ്നമായിരിക്കുന്നത്. എനിക്ക് VD സതീശൻ ഇത് ചെയ്തിട്ടില്ല എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. വിജിലൻസ് പറയട്ടെ, CBI പറയട്ടെ, ഇത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്യുന്നവരാരായാലും
ആയാലും LKG സ്റ്റുഡൻസ് പെൻസിൽ പരസ്പരം കക്കും, ചെറിയ ചെറിയ പെൻസിലും കാര്യങ്ങളും. അവരോട് 2 കൈയും കൂട്ടിപ്പിടിച്ചിട്ട് ടീച്ചർ ചോദിക്കുകയാണ് നീ ആ പെൻസിൽ കട്ടോ ചോദിച്ചാൽ കട്ടിട്ടില്ല എന്ന് തന്നെ പറയുള്ളൂ. അവിടുന്ന് തൊട്ട് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളിലേക്ക് വരെ ഈ ചോദ്യം എത്തിക്കഴിഞ്ഞാൽ ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് 2 കൈയും മലർത്തി കാണിക്കാൻ തന്നെയാണ് എല്ലാ രാഷ്ട്രീയ നേതാക്കളും തയ്യാറാവുക. അപ്പോൾ VD സതീശനോ അല്ലെങ്കിൽ VD സതീശൻ്റെ പാർട്ടിയിൽപ്പെട്ടിട്ടുള്ള മറ്റ് നേതാക്കളോ ഇത്തരത്തിലുള്ള അഴിമതി കാണിച്ചിട്ടില്ല, അല്ലെങ്കിൽ വിദേശത്ത് പോയി ഫണ്ട് പിരിച്ചിട്ടില്ല എന്നൊന്നും പറയാൻ ഞാൻ തയ്യാറല്ലെങ്കിലും ഇതിന് ഇപ്പോൾ ഈ തെരഞ്ഞെടുത്തത് CBIക്ക് വിടാൻ വേണ്ടി തെരഞ്ഞെടുത്ത സമയവും CBIക്ക് വിടാനുള്ള എന്ത് മാനദണ്ഡങ്ങളാണ് അല്ലെങ്കിൽ എന്ത് തെളിവുകളാണ് ഇതിലുള്ളത് എന്നുള്ള ചോദ്യവുമാണ് ഏറ്റവും പ്രസക്തമാകുന്നത്. ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച്, ഡിവിഷൻ ബെഞ്ചും ഇത് CBIക്ക് വിടേണ്ടതായിട്ടുള്ള കേസല്ല എന്നുള്ള നിലയ്ക്ക് വിധി പറഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ആണ് യാതൊരു കലിപ്പ് തീരാതെ സംസ്ഥാന ഗവൺമെൻറ് കീഴിലുള്ള വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റും ഇത് തന്നെ ആവർത്തിക്കുന്നത്. പക്ഷേ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിലെ ഫെമ നിയമലംഘനം ഉണ്ടെങ്കിൽ ഇത് CBI അന്വേഷിക്കുന്നതാവും ഉത്തമം എന്നുള്ളൊരു വരി അതിൽ എഴുതി ചേർത്തിട്ടുണ്ടെന്ന് ഇന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ മാധ്യമങ്ങളും അത് പറയുന്നില്ല. അത്തരത്തിലുണ്ട്. ഞാൻ ഈ റിപ്പോർട്ട് കണ്ടിട്ടില്ല, കാരണം ഞാൻ ഇന്ന് എറണാകുളത്തില്ല, ഞാൻ ഗുരുവായൂർ ഇരുന്നിട്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഇതിലൊരു കാര്യം മനസ്സിലാക്കുക, ഭരണപരാജയം, വിലക്കയറ്റം, ധൂർത്ത്, സ്വജനപക്ഷപാതം, അഹങ്കാരം തുടങ്ങിയിട്ടുള്ള ധാർഷ്ട്യം തുടങ്ങിയിട്ടുള്ള ഇതൊക്കെ ഒത്തുചേർന്നുകൊണ്ട് ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ നേരിട്ടിട്ടുള്ള ഒരു പരാജയത്തിനെ മൂടി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആയുധം, ഈ CBIയുടെ ആയുധം എടുത്തിട്ട് പ്രയോഗിക്കുന്നതെങ്കിൽ അത് ജനത്തിന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു കാര്യം CPM എന്ന് പറയുന്ന പാർട്ടിയും ഇവിടെ ഭരിക്കുന്ന LDF സർക്കാരും മനസ്സിലാക്കുക, അത് ഗുണത്തെക്കാളേറെ നിങ്ങൾക്ക് ദോഷമാണ് ചെയ്യാൻ പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.